ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4 to 8 വീക്സ് ഓഫ് ബേബി ഡെവലപ്മെൻ്റ് ആണ്. അതായത് സെക്കൻഡ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് ബേബിയുടെ ഡെവലപ്മെൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 4th വീക്കിൻ്റെ എൻഡോട് കൂടിയിട്ടാണ് ന്യൂറൽ ട്യൂബിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. ഈ ന്യൂറൽ ട്യൂബാണ് പിന്നീട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡായിട്ട് മാറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് 5th വീക്കിൽ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ 5th വീക്ക് മുതൽ മറ്റു പല ഓർഗൻസും ഡെവലപ്പ് ആവാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 5th വീക്ക് മുതൽ നമ്മൾ എംബ്രയോണിക് പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു 5th വീക്ക് എന്ന് പറയുമ്പോൾ ബേബി ഒരു ചെറിയൊരു സീഡിൻ്റെ അത്രയാണ് ബേബിയുടെ ഒരു സൈസ്, എംബ്രയോണിൻ്റെ സൈസ്. അതിനുശേഷം ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ബ്രെയിനും അതുപോലെ സ്പൈനൽ കോഡിൻ്റെയും ഡെവലപ്മെൻറ്റ് ഓൾറെഡി 4th വീക്കിൽ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ 5th വീക്കിൽ നടക്കുന്നത്. പിന്നെ ഡെവലപ്പ് ആകുന്നതാണ് ഹാർട്ട്. അപ്പോൾ ഹാർട്ട് ചെറുതായിട്ട് ഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഈ 5th വീക്കിൻ്റെ എൻഡോടുകൂടി അല്ലെങ്കിൽ 6th വീക്കോട് കൂടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്നേരമാണ് നമ്മുടെ ഫസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കുന്നത്. വയബിലിറ്റി സ്കാൻ എന്നാണ് അതിനെ പറയുന്നത്. അതായത് നമുക്ക് ഉണ്ടായിരിക്കുന്ന ഈ എംബ്രയോ, നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു, എംബ്രയോ ഉണ്ട്, ഈ എംബ്രയോന് ലൈഫ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കാനാണ് നമ്മൾ 5th വീക്ക് അറൗണ്ട് അല്ലെങ്കിൽ 6th വീക്കിലായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ 5th വീക്കിൽ ഡെവലപ്പ് ആകുന്നതാണ് നമ്മുടെ പ്ലസൻറ്റ, അതുപോലെ അംബിലിക്കൽ കോഡ്, നമ്മുടെ അമ്മേനെയും ബേബീനെയും കണക്ട് ചെയ്യുന്ന അംബിലിക്കൽ കോഡ്. ഇതിലാണ് നമ്മുടെ ഈ വെസൽസും ബ്ലഡ് വെസൽസും എല്ലാം ഉണ്ടായിരിക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ബേബിയിലേക്ക് എത്തുന്നത് ഈ അംബിലിക്കൽ കോഡ് വഴിയാണ്. അപ്പോൾ അതെല്ലാം ഈ 5th വീക്കോട് കൂടി ഡെവലപ്പ് ആകും. പിന്നെ അതുപോലെ ബേബിയുടെ കൈയും കാലും ഒക്കെ വളരാനായിട്ട് തുടങ്ങും. അതിൽ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു കുഞ്ഞൊരു ബഡ് പോലെയാണ് അത് വളരുന്നത്. അതിനുശേഷമാണ് പിന്നീട് അത് നമ്മുടെ ലിംസായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്, കൈയും കാലൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 5th വീക്കിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി 6th വീക്കിൽ ഈ നമ്മൾ പറഞ്ഞു ഹാർട്ട് ഫോം ചെയ്തു എന്നുള്ളത്, ഇത് സ്ലോലി ഒരു റിതമായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ സ്കാൻ വരുന്നത്. 6 വീക്സിൽ തന്നെ നിർബന്ധമായിട്ട് എടുക്കണം എന്നില്ല. 6 weeks to 10 വീക്സിൽ എപ്പോഴെങ്കിലും ആയിട്ടായിരിക്കും വയബിലിറ്റി സ്കാൻ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രോപ്പറായിട്ട് എംബ്രയോ കറക്റ്റ് സ്ഥലത്താണോ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോക്കും. പിന്നെ നമ്മുടെ ജസ്റ്റേഷണൽ പീരീഡ് ഈ വയബിലിറ്റി സ്കാനിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബേബിയുടെ ഗ്രോത്തിനനുസരിച്ച് എന്നാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ് എന്നുള്ളതെല്ലാം ആ ഒരു സ്കാനിലാണ് നമ്മൾ പറയുന്നത്. പിന്നെ 6th വീക്കിൽ നടക്കുന്നതാണ് ബ്രെയിനിന് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടക്കും. ഈ ഇനീഷ്യൽ സ്റ്റേജിൽ ബ്രെയിൻ ഒരു പ്രൈമറി വെസിക്കിൾസ് ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അതുപോലെ നടക്കുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമ്മുടെ ഇൻഡസ്റ്റൈൻസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവും. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ ലങ്സ് കാര്യങ്ങൾ, ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത് 6th വീക്കിലാണ്. അതുപോലെ ഐസ്, ഇയേഴ്സ്, നോസ് ഇതെല്ലാം ഡെവലപ്പ് ആകും. പിന്നെ സോമൈറ്റ്സ് ഫോം ചെയ്യും. ഇതാണ് പിന്നീട് നമ്മുടെ വെർട്ടിബ്രൽ കോളും അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ആയിട്ട് പിന്നീട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ ഫോമാണ് സോമൈറ്റ്സ്. അപ്പോൾ ഇതെല്ലാം ഫോം ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് 6th വീക്കിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്. ഇനി അടുത്തതാണ് 7th വീക്ക്. 7th വീക്കിൽ നമ്മുടെ ബേബിയുടെ സൈസ് ഒരു ചെറിയൊരു ബ്ലൂബെറിയുടെ അത്രയായിരിക്കും 7th വീക്കിലെ ബേബിയുടെ സൈസ്. അപ്പോൾ ഈ ഒരു വീക്കിൽ നമ്മുടെ ബ്രെയിൻ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, അതുപോലെ ഹൈൻഡ് ബ്രെയിൻ, അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു ചെറിയൊരു ബഡ്സ് ഫോം ചെയ്തു എന്നുള്ളത്. ഈ ബഡ്സ് കുറച്ചും കൂടെ ലോങ് ആവും. അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ അപ്പർ ലിംബിലാണെങ്കിൽ എൽബോ വരും, അതുപോലെ ലോവർ ലിംബിൽ നീസ്, നമ്മുടെ മുട്ട്, ആ ഓരോരോ ജോയിൻറ്റ് പോലെ രീതിയിൽ അത് ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അതെല്ലാം ഈ 7th വീക്കിലാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ മേജർ ഓർഗൻസ് ആയിട്ടുള്ള പാൻക്രിയാസ്, ലിവർ, ഇതെല്ലാം ഫോം ചെയ്യുന്നത് 7th വീക്കിലാണ്. പിന്നെ അതുപോലെ മൗത്ത് ഫോം ചെയ്യും. പിന്നെ നോസ്, അതിൻ്റെ നോസ്ട്രിൽസ്, ഇതൊക്കെ പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചറായിട്ട് വരാനായിട്ട് തുടങ്ങും. പിന്നെ നമ്മുടെ അംബിലിക്കൽ കോഡ് ഓൾറെഡി ഫോം ചെയ്ത് തുടങ്ങിയെന്ന് നമ്മൾ പറഞ്ഞു. അത് കംപ്ലീറ്റ് ആയിട്ട് അംബിലിക്കൽ കോഡിൻ്റെ ഫോർമേഷൻ 7th വീക്കോട് കൂടി കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇത്രയൊക്കെയാണ് 7th വീക്കിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്. ഇനി നമ്മുടെ 8th വീക്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മന്തിൻ്റെ ലാസ്റ്റത്തെ വീക്ക്. അപ്പോൾ ലാസ്റ്റത്തെ വീക്കിലാണ് നമ്മൾ ഓർഗാനോജനസിസ് എന്ന് പറയുന്നത്. കാരണം എല്ലാ മേജറായിട്ടുള്ള ഓർഗൻസും ഫോം ചെയ്ത് അത് പയ്യെ ഡെവലപ്പ് ആവുന്ന ഒരു സ്റ്റേജാണത്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഐസിൻ്റെ ഐലിഡ്സ് ഒക്കെ ഫോം ചെയ്യും. പിന്നെ അതുപോലെ അപ്പർ ലിപ്പ് സെപ്പറേറ്റ് ആവും. ഫിംഗേഴ്സും ടോസും ഇതെല്ലാം ഡെവലപ്പ് ആകും. സ്റ്റിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെബ് പോലെയൊക്കെ ഉണ്ടാവും. എന്നാലും ഫിംഗേഴ്സ് ഓരോന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ബോൺസൊക്കെ ചെറുതായിട്ട് നമ്മൾ കാർട്ടിലേജസ് ഒക്കെ ഫോം ചെയ്ത്
വിസിബിൾ ആവാനായിട്ട് തുടങ്ങും ബോൺസ്. പിന്നെ അതുപോലെ എംബ്രയോ ചെറുതായിട്ട് ഒരു സ്ലൈറ്റ് മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും സെക്കൻഡ് മന്തിൻ്റെ ലാസ്റ്റോട് കൂടി. പക്ഷേ അത്രയും ഒരു ബ്ലൂബെറിയുടെ അത്രയും ചെറുതായതുകൊണ്ട് നമുക്ക് അത് ഫീൽ ചെയ്യാനേ പറ്റത്തില്ല ഈ ഒരു സ്റ്റേജിൽ. പക്ഷേ എംബ്രയോൻ്റെ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് മന്തിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ്. വളരെ ടൈനി ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആയിരിക്കും അത്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു 5th മന്തൊക്കെ ആവണം, എന്നാലും നമുക്കത് ചിലവർക്ക് 4th മന്ത്, അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയില്ല അത് ബേബി മൂവ്മെൻറ്റ്സ് തന്നെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സെക്കൻഡ് പ്രഗ്നൻസിക്ക് ആണെങ്കിൽ 4th or 5th മന്തോടൊക്കെ കൂടി നമുക്ക് ഈ ബേബിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് സെക്കൻഡ് മന്ത് ഓഫ് ബേബി ഡെവലപ്മെൻറ്റ്, അതായത് 4th to 8th വീക്ക് ഓഫ് ബേബി ഡെവലപ്മെൻറ്റ്. 3rd മന്ത് ഓഫ് ബേബി ഡെവലപ്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.